വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിൽ മൂന്നാം ഘട്ട തെളിവെടുപ്പ് പൂർത്തിയാക്കുന്നതിനിടെ പ്രതി അഫാനെ നേരിട്ട് കാണാൻ ബാപ്പ അബ്ദുൾ റഹീം എത്തി. ചുറ്റിക വാങ്ങിയ കടയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുമ്പോഴാണ് റഹീം എത്തിയത്. സഹോദരൻ അഹ്സാന്റെയും ഫർസാനയുടെയും കൊലപാതകത്തിൽ പേരുമലയിലെ വീട്ടിൽ അടക്കം 8 ഇടങ്ങളിൽ എത്തിച്ച് പോലീസ് തെളിവെടുത്തു. നാളെ ഉച്ചയോടെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. പോലീസ് ജീപ്പിലിരിക്കുന്ന അഫാന് ഒരു ഭാവവ്യത്യാസവുമില്ല. കുറ്റബോധത്തിന്റെ തരുമ്പ് പോലുമില്ലാതെ അഫാൻ 3-ാം വട്ടവും കൊലപാതക കഥ പോലീസിനോട് ആവർത്തിച്ചു. ആ സമയം അവിടെ എത്തിയ അച്ഛൻ റഹീം റോഡിന്റെ മറുവശത്ത് നിന്ന് ഒരു നിമിഷം പോലീസ് ജീപ്പിലേക്ക് നോക്കി. സ്വന്തം കുടുംബത്തെ കൂട്ടക്കൊല ചെയ്ത മകൻ അത് പോലീസിന് മുന്നിൽ വിവരിക്കുന്നത് കാണാൻ നിൽക്കാതെ റഹീമും നടന്നകന്നു. മൂന്നാം ഘട്ട തെളിവെടുപ്പിന്റെ ഭാഗമായി വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആദ്യം പ്രതിയുമായി എത്തിയത് പേരുമലയിലെ പ്രതിയുടെ വീട്ടിലേക്കാണ്. ശേഷം സ്വർണം പണയം വെച്ച ധനകാര്യ സ്ഥാപനത്തിലും ടെലിവിഷൻ വാങ്ങിയ കടയിലും പെപ്സി, മുളകുപൊടി, ചുറ്റിക, ബാഗ് എന്നിവ വാങ്ങിയ കടകളിലും പോലീസ് ഒരിക്കൽ കൂടി പ്രതിയെ എത്തിച്ചു. ഫർസാനയെ ബൈക്കിൽ കൂടെ കൂട്ടിയ വഴിയിൽ തെളിവെടുത്ത ശേഷം പ്രതിയെ തിരികെ പോലീസ് സ്റ്റേഷനിലെത്തിച്ചു. ലത്തീഫിനെയും ഭാര്യ സാജിദയെയും കൊന്നതിന് ശേഷം വീട്ടിൽ മടങ്ങിയെത്തിയാണ് അഫാൻ അഫ്സാനെയും സുഹൃത്ത് ഫർസാനെയും അടിച്ചു വീഴ്ത്തിയത്. വീട്ടിലേക്ക് കയറിയ വിധവും കൊലപാതക രീതിയും വീണ്ടും പ്രതി പോലീസിന് മുന്നിൽ വിശദീകരിച്ചു. അതിനിടെ വയോജന കേന്ദ്രത്തിന്റെ സംരക്ഷണത്തിൽ കഴിയുന്ന ഉമ്മ ഷെമിയെ കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം സന്ദർശിച്ചിരുന്നു. ആരോഗ്യസ്ഥിതി മോശമായതിനാൽ മൊഴിയെടുത്തിരുന്നില്ല. 2 ദിവസത്തിന് ശേഷം വിശദമായ മൊഴിയെടുക്കുമെന്നും കുറ്റപത്രം ഉടൻ സമർപ്പിക്കുമെന്നും പോലീസ് വ്യക്തമാക്കി. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.